ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇതുപോലെ ഒരു 6 to 1 year ബേബിക്കുള്ള ഒരു സോൾ എടുത്താലോ? വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു സോളാണ്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 2.5 mm ഹുക്ക് സെറ്റും കുറച്ച് സ്റ്റിച്ച് മാർക്കേഴ്സും ഒരു സിസേഴ്സും ആണ് നമുക്കിതിന് ആവശ്യമുള്ളത്. ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഞാനിതാ യാൺ വലിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു സൈഡിൽ നിന്നും യാൺ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ട് യാണും ഒന്നിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ ബേസ് ചെയ്യുന്നത്. ബേസും അതിൻ്റെ ഫ്ലവറും ഒക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഒരു 6 to 1 year ബേബീൻ്റെ ഷൂസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ, ഈ ഒരു ബേസിൻ്റെ മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇതാ 4 ഇഞ്ചാണ് ഉള്ളത്. 4 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് 10 സെൻറ്റിമീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, 6 to 1 year ആയതുകൊണ്ട് നമ്മൾ 10 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. 5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 2 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കിയിട്ട് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് സ്റ്റാർട്ടിങ്ങിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഞാനിതാ 2 സ്ട്രെങ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് 4 പ്ലേ ആണ്. അപ്പോൾ ഇത് 8 പ്ലേ ആണിൻ്റെ സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബിഗ്നേഴ്സ് ആണെങ്കിൽ 8 പ്ലേ ആണ് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഈ 8 പ്ലേ ആണിൽ ചില കളേഴ്സ് നമുക്ക് കിട്ടൂല. അപ്പോൾ ഞാൻ എപ്പോഴും 4 പ്ലേ ആണ് വാങ്ങിച്ചിട്ട് 2 ഇങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യാം. 8 പ്ലേ ആണെങ്കിലും നമ്മൾ 2.5 mm ഹുക്ക് സെറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ സ്റ്റിച്ചസ് നല്ല കറക്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2.5 mm ഹുക്ക് സെറ്റ് യൂസ് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ട് ചെയ്യുക. സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു 13 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 13 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 13 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ലാസ്റ്റ് ഇവിടെ ഫസ്റ്റ് ചെയ്ത ചെയിൻ, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഫസ്റ്റ് ചെയ്ത ചെയിൻ, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ലാസ്റ്റ് ചെയിൻ, ആ ചെയിനിൽ നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫസ്റ്റ് കാണുന്ന ചെയിൻ ഉണ്ടല്ലോ, ഈ ചെയിനിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമുക്ക് യാൺ ഓവർ ചെയ്യാം. 1 2 ഈ ഫസ്റ്റ് ചെയിന് സെക്കൻഡ് ചെയിനും സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹാഫ് ഡി സി ആണ് ചെയ്യുന്നത്. 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഈ ഫസ്റ്റ് ഹാഫ് ഡി സിയിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ, ഈ ലാസ്റ്റ് സ്റ്റിച്ചാണ്, ഇവിടെ എത്തുന്ന വരെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ചെയിൻ സ്കിപ്പ് ചെയ്യുകയൊന്നും ചെയ്യരുത് കേട്ടോ. തൊട്ടടുത്ത ചെയിൻ, ആ ചെയിനിൽ തന്നെ ചെയ്യരുത്. തൊട്ടടുത്ത ചെയിൻ ഏതാ നോക്കിയിട്ട് ആ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ഹാഫ് ഡി സി ചെയ്യുക. വീണ്ടും ഇതിൽ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ 2 എണ്ണമായി പോകും. അപ്പം ഇങ്ങനെ നോക്കിയിട്ട് തൊട്ടടുത്ത ചെയിൻ ഏതാന്ന് കറക്റ്റ് നോക്കുക. എന്നിട്ട് അതിലൊരു ഹാഫ് ഡി സി ചെയ്യുക. അങ്ങനെ നമ്മൾ ആ ഒരു ലാസ്റ്റ് എത്തുന്നവരെ, ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ കൗണ്ട് ചെയ്ത് ചെയ്യട്ടാ. കൗണ്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷനൊക്കെ ഭയങ്കരമായിട്ട് വരാം. ഞാൻ സ്റ്റാർട്ടിങ്ങിലായിരുന്ന ടൈമിൽ ഇങ്ങനെ ഓരോ സ്റ്റിച്ചസ് നമ്പേഴ്സ് കൗണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സ്റ്റിച്ച് കൂടി പോകും, അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് കുറഞ്ഞു പോകും. അപ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒന്നും വരാതെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യാൻ പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റിച്ച് മാർക്കറോ ഇങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ സാധാ സേഫ്റ്റി പിന്ന് യൂസ് ചെയ്തിട്ടെങ്കിലും നിങ്ങൾ ഈ ഒരു മാർക്കർ വെക്കൽ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്യേണ്ട. അല്ലെങ്കിൽ ഇവിടുന്ന് ഇതുവരെ 9 സ്റ്റിച്ച്, ഇവിടുന്ന് ഇവിടെ 5 സ്റ്റിച്ച്, ഇവിടുന്ന് ഇവിടെ 9 സ്റ്റിച്ച് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത് കൗണ്ട് ചെയ്തൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കർ വെക്കാൻ പറയുന്ന അവിടെയൊക്കെ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലാസ്റ്റ് സ്റ്റിച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിലും നമ്മളൊരു ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡി സി ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് ആ ഒരു ചെയിനിൽ ഒരു ഹാഫ് ഡി സി ചെയ്യുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ആ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക.
ഇവിടുന്ന് ആ ചെയ്ത ഒരു സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ സ്റ്റിച്ച് മാർക്കർ വെക്കുക. അപ്പോൾ ഒരു സ്റ്റിച്ചായ ഈ ഒരു ഇതിൽ ഇനി നമ്മളിതിൽ 5 ഹാഫ് ഡി സി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഈ സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മളൊന്ന് ചെയ്തു, ഇത് സെക്കൻഡ് വൺ ആണ്, സെക്കൻഡ് വൺ ചെയ്യുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, സെയിം സ്പേസിൽ മൂന്നാമത്തെ ഹാഫ് ഡി സി ചെയ്യുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ സെയിം സ്പേസിൽ നാലാമത്തെ ഹാഫ് ഡി സി ചെയ്യുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ സെയിം സ്പേസിൽ നമ്മൾ അഞ്ചാമത്തെ ഹാഫ് ഡി സി. അങ്ങനെ നമ്മൾ ഈ ഒരു ചെയിനെ തന്നെ 5 സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ നമ്മളൊരു സ്റ്റിച്ച് മാർക്കർ വെച്ചു. 1 2 3 4 5 അങ്ങനെ നമ്മൾ ടോട്ടൽ ഈ ഒരു ചെയിനിൽ 5 സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 5ാമത്തെ സ്റ്റിച്ചിലും ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത സ്റ്റിച്ച് അതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത ചെയിനിലാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ വർക്ക് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ടേണായി വന്നത് നമുക്ക് കാണാം. നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സെയിം തന്നെ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റിച്ചിൽ 6 എണ്ണമായി പോകും. അപ്പം ഇങ്ങനെ നോക്കിയിട്ട് തൊട്ടടുത്ത ചെയിൻ ഏതാന്ന് നോക്കുക, അതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, നമുക്കൊരു ഹാഫ് ഡി സി ചെയ്യുക. അപ്പം നമ്മളിവിടെ ഈ ഒരു നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടുള്ള ടൈലൻ്റ് ഉണ്ടല്ലോ, ആ ടൈലൻ്റ് അധികം വലുപ്പത്തിലുണ്ടെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്യുക, കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ടൈലൻ്റ് കുറച്ച് കട്ട് ചെയ്താൽ മതിയേ. ഇതിപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ചിനേക്കാളും കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ബാക്കി ഇതാ ഈ ഒരു ടൈലൻ്റ് നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ആ ഊരി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതാ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ടൈലൻ്റ് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു യാണുണ്ടല്ലോ, ആ യാണ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഹൈഡായി പോകും. അല്ല അതിങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ ഒക്കെ ഭയങ്കര ഒരു വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നല്ല നീറ്റിൽ വേണം നമ്മൾ ഓരോ പ്രൊഡക്റ്റും ചെയ്യാൻ. നീറ്റ് ഉണ്ടെങ്കിലേ നമ്മുടെ പ്രൊഡക്റ്റൊക്കെ ആരെങ്കിലും വാങ്ങിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലും അത് ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ ഉണ്ടെങ്കിലേ അവർക്കും അത് ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ഏതൊരു വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മൾ ഈ ഒരു ക്രോഷ്യ എന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു കറക്റ്റ് പെർഫെക്ഷൻ മനസ്സിലാവുള്ളൂ. ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റിച്ചും ഇപ്പോൾ സ്റ്റിച്ച് മാർക്കർ വെക്കാൻ പറയുന്ന ആ ഭാഗത്ത് സ്റ്റിച്ച് മാർക്കർ വെക്കുക. അങ്ങനെ ഓരോ സ്റ്റിച്ചും അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ എത്തുന്ന വരെയാണ് ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള ഒരു പാറ്റേൺ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റിച്ച് ഒരു കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ വെക്കാൻ മറന്നു പോയതാണ്. നിങ്ങളവിടെ ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് പിന്നെ ഒരു ലാസ്റ്റ് സ്റ്റിച്ച് തിരഞ്ഞെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി ചെയ്തു. ഇനി അതാണ് ലാസ്റ്റ് സ്റ്റിച്ച്. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ എന്ത് ചെയ്യുക, 2 ഹാഫ് ഡി സി ചെയ്യുക. ലാസ്റ്റ് ചെയിനിൽ ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ചെയിനിൽ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് അതിലാണ് നമ്മൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ ഒരു സ്റ്റിച്ച് മാർക്കർ എടുത്ത ആ ഒരു ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഫസ്റ്റ് ലൂപ്പിനെ സെക്കൻഡ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് ബാക്കോട്ടാണ് 1 2 3 4 4 ചെയിൻ കൗണ്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചെയിൻ 1 ചെയ്യുക. ഈ സെയിം സ്പേസ് ഈ ചെയിൻ 1 ചെയ്ത സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ സിംഗിൾ ക്രോഷ്യയിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഇനി നമ്മൾ ഇതിൽ തന്നെ ഈ സെയിം തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ അടുത്ത സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ആ സെക്കൻഡ് ചെയിനിലും നമ്മൾ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 സ്റ്റിച്ചിനെ 4 സ്റ്റിച്ച് ആക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്, സെക്കൻഡ് സ്റ്റിച്ച്, തേർഡ് സ്റ്റിച്ച്, ഫോർത്ത് സ്റ്റിച്ച്, അങ്ങനെ 4 സ്റ്റിച്ച് നമ്മൾ ഇൻക്രീസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഇവിടെ എത്തുന്നവരെ, ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്നത് 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക കേട്ടോ. ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഇനി ചെയ്യുന്നത്. കൗണ്ട് ചെയ്യൊന്നും വേണ്ട, അടുത്ത ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 2 സ്റ്റിച്ചിലും 2 വീതം ചെയ്തു. ബാക്കി പിന്നെ നമ്മൾ ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 2 ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ റൗണ്ടിൽ സ്റ്റിച്ച് മാർക്കർ വെക്കാൻ പറയുന്ന ആ ഭാഗത്ത് തന്നെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. എന്തെങ്കിലും തെറ്റ് പറ്റിയെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ റിമൂവ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കറിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ റിമൂവ് ചെയ്ത ആ ഒരു ചെയിനിലുണ്ടല്ലോ യാൺ ഓവർ ചെയ്തിട്ട്, ഇതുവരെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൽ ഹാഫ് ഡി സി ആണ് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തു, ഫസ്റ്റ് ഹാഫ് ഡി സി ചെയ്തു, അതിലും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടുന്ന് 5 സ്റ്റിച്ചിലും 2 വീതം ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 1 ചെയ്തു, സെയിം തന്നെ നമ്മൾ ഒരു ഹാഫ് ഡി സിയും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 സ്റ്റിച്ച് ഹാഫ് ഡി സി ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റിച്ചിലും നമ്മൾ 2 ഹാഫ് ഡി സി ചെയ്യുക, ഒന്ന് തന്നെ 2 സ്റ്റിച്ച് ചെയ്യാം. ഇനി തേർഡ് സ്റ്റിച്ചിലും നമ്മൾ ഒന്ന് തന്നെ 2 ഹാഫ് ഡി സി ചെയ്യാം. നമ്മൾ ഫോർത്ത് വണ്ണിലും ഒന്ന് തന്നെ 2 ഹാഫ് ഡി സി ചെയ്യാം. നമ്മൾ ഫിഫ്ത്ത് വണ്ണ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ ഒരു ചെയിനാണ്. അപ്പോൾ ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിലും നമ്മൾ 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 5 സ്റ്റിച്ചിനെ 10 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ഷൂവിൻ്റെ ഈ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഷൂവിൻ്റെ ഈ ഒരു ഭാഗം റൗണ്ട് ഇങ്ങനെ വിടുത്ത് കൂടി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 5 സ്റ്റിച്ചാണ് ഈ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്തത്, അത് നമ്മൾ 10 സ്റ്റിച്ച്. അപ്പോൾ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ എളുപ്പമാണ്. ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച് അവിടുന്ന് ഈ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്നതുണ്ടല്ലോ, അത് 1 2 3 4 5 6 7 8 9 10 10 എണ്ണമായിട്ട് നമ്മൾ ഇൻക്രീസിങ് ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. സ്റ്റിച്ച് മാർക്കർ ഇല്ലെങ്കിൽ മടി കാണിക്കൊന്നും ചെയ്യരുത്. നിങ്ങൾ എന്തെങ്കിലും പിന്നെ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ കളറിയാണ് ആ ഭാഗത്ത് കിട്ടിക്കൊടുത്തിട്ടോ ഒക്കെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം കറക്റ്റ് ചെയ്ത് കിട്ടൂല. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ഒരു ലാസ്റ്റ് എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് നമ്മളിതാ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള 4 സ്റ്റിച്ചിലാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ളത്. 4 സ്റ്റിച്ചിൽ വെക്കണ്ട കേട്ടോ, 2 സ്റ്റിച്ചിൽ വെച്ചാൽ മതിയേ. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇവിടുന്ന് ഇതാ 1 2 രണ്ടാമത്തെ സ്റ്റിച്ചിലാണ് സ്റ്റിച്ച് മാർക്കർ വെക്കേണ്ടത്. 1 2 സെക്കൻഡ് സ്റ്റിച്ചിൽ വെച്ച് കൊടുത്താൽ മതി. ഞാൻ മാറിപ്പോയതാണ് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച്, ഇനി 2 സ്റ്റിച്ചാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്ക് ആ റിമൂവ് ചെയ്ത സ്റ്റിച്ചിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യയിൽ നമുക്ക് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി സെയിം തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചും കൂടി ചെയ്യാം. ഇനി ലാസ്റ്റ് ഒരു ചെയിനാണ് ബാലൻസ് ഉള്ളത്, ആ ചെയിനിലും നമുക്ക് ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 സ്റ്റിച്ചിനെ 4 സ്റ്റിച്ചാക്കിയിട്ട് ഇവിടെ ഇൻക്രീസിങ് ചെയ്തു. ഇവിടെ അതുപോലെ തന്നെ 2 സ്റ്റിച്ചിനെ 4 സ്റ്റിച്ചാക്കി ഇൻക്രീസിങ് ചെയ്തിട്ടാണ് നമ്മൾ
സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കർ ഇട്ട ആ ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനുള്ള പുറത്തേക്ക് എടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മൾ തേർഡ് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 2 ചെയ്യുക. ഹാഫ് ഡി സി ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ചെയിൻ 2 ചെയ്യുക. ഇതാ ഈ ഒരു സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമ്മൾ ഇവിടുന്ന് 2 1 2 1 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഹാഫ് ഡി സി, സിംഗിൾ ക്രോഷ്യ എന്ന് പറഞ്ഞു പോകുന്നുണ്ട് അല്ലേ, 2 ഹാഫ് ഡി സി ആണ് ചെയ്യുന്നത്. ഒന്ന് തന്നെ 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് റൗണ്ടിൽ മാത്രമാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ യൂസ് ചെയ്യുന്നത്, ബാക്കിയൊക്കെ ഹാഫ് ഡി സി ആണ്. അപ്പോൾ ഇവിടെ 2 ചെയിൻ കൗണ്ട് ചെയ്യണ്ട. ഈ ഫസ്റ്റ് ഒരു ഇതിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഹാഫ് ഡി സി ചെയ്തു. സെക്കൻഡ് വണ്ണിൽ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്തു. ഈ തേർഡ് വണ്ണിൽ നമ്മൾ ഒരു ഹാഫ് ഡി സി ചെയ്യുക. ഫോർത്ത് വണ്ണിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. 1 സെയിം തന്നെ ഒന്നുകൂടി 2. അപ്പോൾ 2 1 2 1 2 എന്നുള്ള പാറ്റേൺ. സ്റ്റാർട്ടിങ്ങിൽ 1 2 ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ 1 പിന്നെ 2 പിന്നെ 1 പിന്നെ 2 എന്നുള്ള പാറ്റേൺ ചെയ്യുക. പിന്നെ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ചെയ്യാം. കൗണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഇനി നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ സ്റ്റിച്ചസ് ഒന്ന് തന്നെ 2 എണ്ണം ചെയ്തു പോകരുത്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ ഒന്ന് തന്നെ 2 എണ്ണമൊക്കെ ചെയ്തു പോകും, അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തു പോകും. അപ്പോൾ ഒക്കെ നമ്മൾ ഈ ഒരു കറക്റ്റ് പാറ്റേൺ നമുക്ക് കിട്ടൂല. അപ്പോൾ ഓരോ സ്റ്റിച്ചും നോക്കി നോക്കി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ചെയ്തു. നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കറിൽ നമ്മൾ ഒരു ഹാഫ് ഡി സി ചെയ്യുക. അതിൽ വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ 2 1 2 1 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 1 ചെയ്തു, ആ സെയിം തന്നെ നമ്മൾ ഒന്നും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിൽ സ്റ്റാർട്ടിങ്ങിലെ സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്തതിൽ നമ്മൾ ഒരു സ്റ്റിച്ചാണ് 1 ആണ് ചെയ്യുന്നത്, ഒരു ഹാഫ് ഡി സി ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഹാഫ് ഡി സി ചെയ്യുക. മൂന്നാമത്തതിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഹാഫ് ഡി സി ചെയ്തു. നാലാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഹാഫ് ഡി സി ചെയ്യുക. അഞ്ചാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഹാഫ് ഡി സി ചെയ്യുക. ഒന്ന് തന്നെ 2 എണ്ണം ചെയ്യുക. ആറാമത്തതിൽ നമ്മൾ ഒരു ഹാഫ് ഡി സി ചെയ്യുക. ഏഴാമത്തതിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഹാഫ് ഡി സി ചെയ്യുക. എട്ടാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഹാഫ് ഡി സി ചെയ്യുക. ഒമ്പതാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഹാഫ് ഡി സി ചെയ്യുക. ഇത് നമ്മൾ 10ാമത്തെ സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള സ്റ്റിച്ചാണ്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ 10ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഹാഫ് ഡി സി ചെയ്യുക. അപ്പോൾ നമ്മൾ 10 സ്റ്റിച്ചിൽ നമ്മൾ 2 1 2 1 എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് നമ്മളിതാ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇൻക്രീസ് ആയി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ചെയ്യാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്ക് ഒരുപാട് ബിഗിനേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് ചെയ്യുന്നത്. അപ്പം അത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് ഇതാ ആ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അവിടെ എത്തിയിട്ടുണ്ട്.
ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കറിൽ നമ്മൾ 2 ഹാഫ് ഡി സി ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഹാഫ് ഡി സി ചെയ്യുക, വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക, അതിൽ തന്നെ ഒന്നുകൂടി ചെയ്യുക. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിൽ നമ്മൾ 2 ഹാഫ് ഡി സി ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഹാഫ് ഡി സി ചെയ്യുക. തേർഡ് സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഹാഫ് ഡി സി ചെയ്യുക. ഇനി നമ്മൾ ഫോർത്ത് സ്റ്റിച്ചാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച്, അതിലും നമുക്ക് ഒരു ഹാഫ് ഡി സി ചെയ്യാം. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്ത നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ടല്ലോ, ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ആ സ്റ്റിച്ച് മാർക്കർ എടുത്ത ആ ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. കണ്ടോ? എന്നിട്ട് ചെയിൻ 1 ചെയ്ത് നമുക്ക് മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്ററും 4 ഇഞ്ചുമാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ 2 ഇഞ്ചും വിടുത്തും 5 സെൻറ്റിമീറ്റർ വിടുത്ത്, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു റൗണ്ടിൽ പിന്നെ 1 2 1 2 ആണ് തേർഡ് റൗണ്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ ചെയിൻ 2 ചെയ്തിട്ട് 1 1 2 1 1 2 ചെയ്യുക. പിന്നെ ഈ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഓരോ ഹാഫ് ഡി സി ചെയ്യുക. പിന്നെ ഇവിടെ നമ്മൾ 1 1 2 1 1 2 എന്ന് ചെയ്തിട്ട് ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ഓരോ ഹാഫ് ഡി സി ചെയ്യുക. പിന്നെ ഇവിടുന്ന് 1 1 2 1 1 2 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര ആണോ ലെങ്ത്തും എടുത്തും വേണ്ട അതിനനുസരിച്ചിട്ട് നമുക്ക് 1 2 റൗണ്ട് കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു മെഷർമെൻറ്റ് മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്യുക, അതിനുശേഷം യാണ് വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ സോൾ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കറൊക്കെ റിമൂവ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സോൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് വലുപ്പത്തിലും വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.